നമസ്കാരം, ഞാൻ വിനോദ്. വിരാടം വിനോദം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ദേശീയ പെൻഷൻ ദിനമാണ്. ഇത് കോതമംഗലത്തിനടുത്തുള്ള തൃക്കാരിയൂർ മഹാദേവ ക്ഷേത്ര പരിസരവും. 1963 കെ സി ബിയിൽ ജോലിക്ക് കയറി 1994 അക്കൗണ്ട്സ് ഓഫീസറായി വിരമിക്കുകയും ചെയ്ത ശ്രീ വി സുബ്രഹ്മണ്യ ശർമ്മയെ ആദരിക്കുന്നതിന് KCB പെൻഷനേഴ്സ് കൂട്ടായ്മ പ്രവർത്തകരോടൊപ്പമാണിന്ന് ഞാൻ. ക്ഷേത്രകലകളുടെ ഉപാസകനും സോപാന സംഗീത വിദഗ്ധനുമാണ് ബഹുമാനപ്പെട്ട ശർമ്മ സാർ. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഈ പെൻഷൻ ദിനത്തിൽ ആദരവുകൾ അർപ്പിച്ചപ്പോഴുള്ള ചില ദൃശ്യങ്ങളാണ് ഈ എപ്പിസോഡിൽ. ശർമ്മ സാർ ഞങ്ങൾക്ക് വേണ്ടി ആലപിച്ച ഒരു സോപാന സംഗീതം കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നില്ല മറ്റേതെങ്കിലും ഒരു സംഘടന ഇതുപോലെ ഒരു ആദരിക്കൽ ചടങ്ങ് പെൻഷനേഴ്സ് ഇന്ന് ദേശീയ പെൻഷനേഴ്സ് ദിനമാണ്. ആ ദിനത്തോടനുബന്ധിച്ച് ഒരു സീനിയറായിട്ടുള്ള 1-2 ആളുകളെ ആദരിച്ച് അവരുടെ വീട്ടിൽ പോയിട്ട് അവർക്ക് സുഖമാണെന്ന് ചോദിക്കുന്ന ഒരു പരിപാടി ആരും നടത്തിയെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അതൊക്കെ പെൻഷനേഴ്സ് കൂട്ടായ്മയുടെ മാത്രം വേറിട്ട ഒരു പ്രവർത്തന ശൈലിയാണ്. അത് എന്നും നിലനിർത്തുന്നതിന് വേണ്ടി നമ്മുടെ എല്ലാ പ്രവർത്തകരും അതിലേക്ക് വേണ്ടിയിരുന്ന ഊർജ്ജം പകർന്നു നൽകണമെന്ന് പറഞ്ഞുകൊണ്ടും ഇന്ന് നമ്മൾ ആദരിക്കുന്ന ഓരോരുത്തരായി മധുരവും കൂടെ എടുത്തു മധുരവും കൂടെ ചായ മറക്കണ്ട, ചായ അതും കൊടുത്തു. ഓക്കെ രണ്ടു വാക്ക് സാർ ഇരുന്നോളൂ. അല്ല, ഇത് മാത്യു ഒരു വാക്ക് പറഞ്ഞിട്ടായിട്ടാ. ബഹുമാനപ്പെട്ട നമ്മുടെ ശർമ്മ സാറെ, മൂവാറ്റുപുഴ പെൻഷനേഴ്സ് കൂട്ടായ്മയുടെ ഭാരവാഹികളെ, നമ്മളിന്ന് വളരെ സന്തോഷത്തോടുകൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം നമുക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ് പെൻഷനായ ശർമാജി സാറിൻ്റെ അനുസ്മരിച്ച് സാറിനെ ഒന്ന് ഓർക്കുന്നതിനും സാറിനെ ഒന്ന് ആദരിക്കുന്നതിനുമായിട്ട് സാറിൻ്റെ വീട്ടിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. പെൻഷനേഴ്സ് കൂട്ടായ്മയുടെ ഒരു മുഖമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ഇതിനു മുമ്പ് ഒരു സ്ഥലത്തും അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് നമുക്കാർക്കും അറിയില്ല. ഇതിനു മുമ്പുള്ള സംഘടനകളോ ഒന്നും പെൻഷനേഴ്സ് ദിനത്തിൽ ഒരു പെൻഷനറുടെ വീട്ടിൽ വന്ന് അദ്ദേഹത്തെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടില്ല. നടന്നിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല, നമ്മൾ കേട്ടിട്ടില്ല. അപ്പോൾ നമ്മുടെ പെൻഷനേഴ്സ് കൂട്ടായ്മ മൂവാറ്റുപുഴയിൽ നിന്നും ഇവിടെ എത്തി സാറിനെ
നമ്മളുടെ ബഹുമാനവും, സാറിനോടുള്ള നമ്മുടെ ബഹുമാനവും, പെൻഷനേഴ്സ് കൂട്ടായ്മയ്ക്ക് സാറിനോടുള്ള ബഹുമാനവും എല്ലാം അദ്ദേഹത്തെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും അദ്ദേഹമാണ് ഇവിടെയുള്ള കുട്ടികളൊക്കെ എല്ലാവരും കല്യാണം കഴിക്കും. അപ്പോൾ ഈ നമ്മുടെ ഇങ്ങനെ പെൻഷനായിട്ടിരിക്കുന്ന ഒരാൾ ഇപ്പോൾ പുറത്തേക്ക് നദി ഇറങ്ങുന്നില്ലായിരിക്കും സാറെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ സാറിൻ്റെ വീട്ടിൽ വന്ന് സാറിനെ കാണുക, സാറിൻ്റെ ക്ഷേമം അന്വേഷിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് സാറിന് വളരെ സന്തോഷകരമായ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സാറിന് സന്തോഷമുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ പെൻഷനേഴ്സ് കൂട്ടായ്മ ചെയ്ത ഈ നല്ല പ്രവൃത്തിയെ നമുക്ക് ഇതൊരു തുടർച്ചയായിട്ട് എല്ലാ വർഷവും ഇതിലും കൂടുതൽ ആൾക്കാരെ ആദരിക്കുന്നതിനും, പ്രായമായ ആൾക്കാർ ഒത്തിരി പരിധിയുമുണ്ട് വീടുകളിലിരിക്കുന്നത്, അവിടെ ചെന്ന് കാണുക എന്ന് പറയുമ്പോൾ തന്നെ അതൊരു വളരെ സന്തോഷകരമായ കാര്യമാണ്. ഞാനും പത്മനാഭസാറൊക്കെ പെൻഷനായി വയസ്സായിട്ടിരിക്കും പുറത്തേക്ക് ഇറങ്ങാൻ മേലാതിരിക്കുമ്പോൾ നിങ്ങൾ ചെറുപ്പക്കാരൊക്കെ വന്ന് ഞങ്ങളെ ആദരിക്കണം എന്ന് മാത്രം പറഞ്ഞു. സാറേ കേക്ക് കൂടി കട്ട് ചെയ്തിട്ട് കേക്കല്ല, മധുരങ്ങളാ, സ്വീറ്റ്സ് ആണ്. അല്ല സാധാ ഓക്കെ. ഇത്രയും വളരെ സന്തോഷമുള്ള ഒരു ദിവസം ഈ അടുത്തെങ്ങും ഉണ്ടായിട്ടില്ല. പെൻഷൻ പറ്റിയ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ വേറെ ആൾക്കാർ സംസാരിക്കുന്നത് തന്നെ ഇപ്പം വളരെ അപൂർവമാണ്. എന്താ വെച്ചാൽ ഈ വയസ്സിനോടൊക്കെ എന്നെ പറയാൻ അല്ലേ, ആ ഒരു രീതി അനുഭവപ്പെടുന്നുണ്ട് എനിക്ക്. പിന്നെ വൈകിട്ട് അമ്പലത്തിലൊക്കെ പോകുമ്പോൾ എല്ലാവരുമായിട്ട് ഇപ്പം അത് പോകുന്നില്ല. ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസം പെൻഷൻ പറ്റിയ ദിവസമായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് വേറെ നല്ലൊരു ഫീൽഡ് വർക്ക് ചെയ്യാനുണ്ടായിരുന്നു അന്നും. ക്ഷേത്ര കലകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളിലും 75 വയസ്സ് വരെ പ്രവർത്തിച്ചു. നല്ലൊരു പ്രവർത്തനമായിരുന്നു കാഴ്ചവെക്കാൻ സാധിച്ചത്. അതിന് അന്നുള്ള എൻ്റെ ഓഫീസേഴ്സ് എല്ലാം എനിക്ക് അനുകൂലമായിരുന്നു. അപ്പോൾ എവിടെയെങ്കിലും പോകണമെന്ന് പറഞ്ഞാൽ, അല്ലെ ഏതെങ്കിലും അമ്പലത്തിൽ പോകേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ പോകാൻ പറയും. അങ്ങനെ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കൽ പോലും താമസിച്ചില്ലെന്ന സ്വഭാവം എനിക്കില്ല. 9:30 ആകുമ്പോൾ ഞാൻ സീറ്റിൽ കാണും. അത്രയും ദിവസം ഇത്രയും വർഷവും ഇങ്ങനെ ആചരിച്ചു പോകുന്ന താമസം. അപ്പം അതുപോലെ വർക്ക് ചെയ്യുന്നതിന് മോശമായിട്ടല്ലാതെ നല്ല രീതിയിൽ പ്രവർത്തിക്കും. ഓഫീസേഴ്സിനോട് നന്നായിട്ട് പെരുമാറും. അപ്പം അങ്ങനെയുള്ള ഒരു റിട്ടേൺ എനിക്ക് അവരിൽ നിന്ന് കിട്ടാൻ സാധിച്ചു. നമ്മൾ രാഷ്ട്രീയമുണ്ട്, ട്രേഡ് യൂണിയനുണ്ട്, ജാതി മതമെല്ലാം ഉണ്ട്. പക്ഷേ ഓഫീസിൽ ഇതൊന്നും ബാധകമല്ല. എല്ലാം ഇടവലയ സർക്കിളിലാണ് ഏറ്റവും കൂടുതൽ ഇരുന്നത് ഞാൻ. നമ്മൾ 5 മണി ആയിക്കഴിഞ്ഞാലേ ഓഫീസിൽ നിന്ന് പോകണമെന്ന് നമുക്ക് തോന്നുകയില്ല. കുറച്ച് നേരം കൂടി ഇരിക്കാം എന്നൊരു തോന്നൽ. എന്താണെന്ന് വെച്ചാൽ ഒരു ടീമാണ് അവിടെ, വേറെ യാതൊരു വിചാരങ്ങളും ഇല്ലാതെ എല്ലാവരും അങ്ങനെ ഒരു ടീമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നതെന്ന് പറയാം. അപ്പോൾ ഓഫീസേഴ്സ് വളരെയധികം എൻ്റെ ഈ കലാപ്രവർത്തനത്തിൽ സഹകരിച്ചിട്ടുണ്ട്. അന്ന് നമ്മുടെ എല്ലാവർക്കും അറിയാവുന്ന ആളാണ് പി കേശവളെന്നും പറഞ്ഞ് ഒരാളുണ്ടായിരുന്നു, ചെയർമാനായിട്ട് റിട്ടയർ ചെയ്ത. അദ്ദേഹം എൻ്റെ പെർഫോമൻസ് കണ്ടിട്ടുണ്ട്. മാവേലിക്കര ഡിവിഷൻ ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു. അന്നാണ് കേശവള സാറുമായിട്ട് പരിചയപ്പെടുന്നത്. അപ്പോൾ എൻ്റെ വർക്കിൻ്റെ ഒരു ക്വാളിറ്റി വെച്ചുകൊണ്ടാണെന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹവുമായിട്ട് വളരെയധികം സൗഹാർദ്ദത്തിലായി. വേറെ ബന്ധമൊന്നുമില്ല, ഞങ്ങളൊക്കെ പല സ്ഥലത്തുകാർ. പക്ഷേ ഓഫീസിൽ നല്ലൊരു പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് എവിടെ പോയി കഴിഞ്ഞാലും കേശവള സാർ എന്നെ അന്വേഷിക്കും. ഇവിടെ ചെയർമാനായിട്ട് വന്നിരുന്നപ്പോഴും ഞാൻ അവിടെ പുള്ളി കാറ് കൊണ്ട് കാർ പോർച്ചിലിട്ട് കഴിഞ്ഞാൽ അവിടെ ഇറങ്ങി എന്നിട്ട് പിയൂണിനോട് പറയും സാറിനോട് ഇങ്ങോട്ട് വരാൻ പറയും. അപ്പം ഞാൻ ചെല്ലും. എന്നോട് പറയും, ഇടൂ ഞാൻ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ തമ്മിലുള്ള ഈ സൗഹാർദ്ദ സംഭാഷണം നടക്കുകയില്ല. ഉടനെ കോൺട്രാക്ടർമാരായി വേറെ ആൾക്കാരായി ഓഫീസേഴ്സായി ഇവരെല്ലാം വരും. അപ്പം നമുക്ക് നമ്മളിൽ രഹസ്യമായിട്ട് സംസാരിക്കാൻ തന്നെ വിളിച്ചത്. അത്രയും കേശവള്ള സാറിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വളരെ ചുരുക്കമായിരുന്നു. ഇത്രയും ഹാർഡായിട്ട് ഉള്ള ഒരു മനുഷ്യനായിരുന്നു എല്ലാവരും പറയുന്നത്. പക്ഷെ എനിക്കങ്ങനല്ല. ഇടവകയാറിൽ ഇവിടെ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. അതല്ല,
പ്രവർത്തനത്തിൻ്റെ ശൈലി കൊണ്ടായിരിക്കും ആ ഒരു കോർപ്പറേഷൻ. അദ്ദേഹം ചെയർമാനായിരിക്കുമ്പോഴും ഞാനൊരിക്കലേ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നെ വഴക്ക് പറഞ്ഞു. എന്താണെന്നറിയാം, എന്നെ കാണാൻ വേണ്ടി എടുത്താൽ വീട്ടിൽ വന്നല്ലോ ഒരു ഫോൺ വിളിച്ചാൽ പോരായിരുന്നു. ഇയാൾക്ക് ആ കിട്ടുന്ന കാശ് കുട്ടികൾക്ക് പാവാടയും ബ്ലൗസും മേടിച്ചു കൊടുക്കരുത്, ഈ വണ്ടിക്ക് മുടക്കുന്ന അതിന് കൊടുക്കരുത്. അപ്പം ഞാൻ പറഞ്ഞ് ആനയാടുമ്പോഴുള്ള അന്തരമുണ്ട്. അന്നേരം ഞാൻ അവിടെ നിന്ന് ഫോൺ വിളിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതിനെ മനസ്സ് അനുവദിക്കുന്നില്ല. എന്നാണ് അത്രയും വളരെ ക്ലോസായിട്ട്. അതാ ഞങ്ങളുടെ വൈഫിനെ വിളിച്ചു പറഞ്ഞു, ശർമ്മ എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ടുണ്ട്, ഇയാളെ ഈ റേഡിയോയിലും ഇതിലും ഒക്കെ പാട്ടുമൊക്കെ പാടില്ല, നിനക്ക് വേണേ ഒരു പാട്ട് പാടിത്തരുകയാണെന്ന് പറഞ്ഞു. ഓ, അങ്ങനെ ഒരു ബന്ധം ഈശ്വരാധീനം കൊണ്ടുണ്ടായതാണ് അല്ലേ? അല്ലേ, അദ്ദേഹം ചെയർമാനാണ്, ഞാൻ ഒരു സീനിയർ ക്ലർക്കോ അല്ലോ, അത്ര ഉള്ളല്ലോ കാര്യം. പക്ഷേ ഈ ഓഫീസിൽ നന്നായിട്ട് പെരുമാറി എന്നുള്ള റിലേഷൻഷിപ്പ് പുള്ളി അത് അറിഞ്ഞുകൊണ്ട് റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. അത് നല്ല പെരുമാറ്റമായിരുന്നു. അങ്ങനെ നല്ലൊരു ഫീൽഡ് ഉണ്ടായിരുന്നതുകൊണ്ട് പെൻഷൻ പറ്റിയതിനെ കുറിച്ചൊന്നും ആലോചിച്ചിട്ടില്ലായിരുന്നു. അന്ന് ഹാപ്പി ആയിരുന്നു പെൻഷൻ പറ്റിയതുകൊണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. 63-ലാണ് ഞാൻ ബോഡി കയറുന്നത്.
ഏതായാലും ഇതുപോലൊരു മറ്റേ ആദിയില് നമ്മുടെ കേരളത്തിലുള്ള കൂട്ടായ്മയുടെ ഒരു കാര്യം അത് നടത്തിയിട്ടുണ്ടാവില്ല. ഇതുപോലൊരു ആദിയില് ഈ കൂട്ടായ്മയുടെ കേരളത്തിലെ ആഗമനം നടക്കുന്നുണ്ട്, എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. ഒരു സ്ഥലത്ത് ഇതുപോലൊരു ആദിക്ക് നടന്നിട്ടുണ്ടാവില്ല എന്നാ പറഞ്ഞത്. അല്ല, ഇതുപോലൊരു മറുപടി ഇതുപോലൊരു മറുപടി നമുക്ക് ഇടക്കയിലൂടെ ഒരു മറുപടി തരിക, സോപാനത്തിലൂടെ ഒരു മറുപടിയാണ് തന്നത്. വളരെ സന്തോഷമുണ്ട്. ഇതൊക്കെ ഒരു തമാശ. സന്ധ്യയ്ക്ക് ചിലപ്പോൾ ഒരു മണിക്കൂർ അവിടെ പോവാ.